റോഡപകടങ്ങൾ കേരളത്തിൽ പതിവാകുന്നു. പലതും വാർത്തയാകുന്നുമില്ല. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് അസാധാരണ സംഭവം അല്ല, അത് സമ്മതിക്കുന്നു. അപകടം നടന്നാൽ ആർക്കെങ്കിലും പരിക്കേറ്റാൽ അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഒരു വാഹന ഉടമയുടെ ഉത്തരവാദിത്വം. തിരുവനന്തപുരം തിരുവല്ലത്തിന് സമീപം നടന്ന ഒരു അപകടമാണ് ഇത് പറയാൻ കാരണം. ജന്മദിനത്തിൽ തന്നെ ജന്മദിനം ആഘോഷിക്കാൻ പോകവേ തന്നെ മരണം സംഭവിച്ച ഹൃദയഭേദകമായ വാർത്ത കൂടിയാണ് അത്. തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപം ബൈക്ക് അപകടത്തിൽ സുഹൃത്തുക്കളായ യുവതിയും യുവാവും മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം തെറ്റി റോഡിന് നടുവിലെ ഡിവൈഡറിൽ ഇടിച്ച് ഇരുവരും മരിച്ചു എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ പോലീസിന് തോന്നിയ സംശയം കേസിൽ വഴിത്തിരിവായി. അപകടത്തിൽപ്പെട്ട ബൈക്കിന്റെ ഹാൻഡിലിൽ കാറിന്റെ പെയിന്റ് കണ്ടതാണ് പോലീസിൽ സംശയമുണർത്തിയത്. ബൈക്കിന് പിന്നിൽ കാറിടിച്ചതാണ് അപകട കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന IT ജീവനക്കാരായ എറണാകുളം സ്വദേശി നവീൻ സിബിയും തൊടുപുഴ സ്വദേശിനി മൃദുല ആൻ ഉമ്മലുമാണ് അപകടത്തിൽ മരിച്ചത്. സംഭവത്തിൽ കാർ ഓടിച്ച വിഷ്ണു അറസ്റ്റിലായിട്ടുമുണ്ട്. ബൈക്കിന് പിന്നിൽ ഇടിച്ച കാർ നിർത്താതെ പോകുകയായിരുന്നു. ഇടിച്ചിട്ട് നിർത്താതെ പോയതാണ് എന്ന് പ്രതി വിഷ്ണു പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. കാർ മലയൻകീഴിലെ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. പോലീസ് ബുദ്ധിയാണ് ഈ അപകടത്തിൻ്റെ കാരണം കണ്ടെത്താൻ സഹായിച്ചത്. നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയ ബൈക്കിൽ പല പൊട്ടലുകളും ഉണ്ടാകാം. അത്തരത്തിലുള്ളവ കണ്ടെങ്കിലും മറ്റൊരു വാഹനത്തിൻ്റെ പെയിന്റ് എങ്ങനെ വന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചിന്തിച്ചു. അപ്പോൾ മറ്റൊരു വാഹനവും അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലേക്ക് തിരുവല്ലം പോലീസ് എത്തി. സംശയം മാറ്റാനായി അപകടത്തിന് മുൻപും ശേഷവും തിരുവല്ലത്ത് നിന്ന് കോവളം ഭാഗത്തേക്ക് സഞ്ചരിച്ച വാഹനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. യുവാവും യുവതിയും സഞ്ചരിച്ച ബൈക്കിന് പിന്നിലായി ഒരു കാർ സഞ്ചരിച്ചിരുന്നതായി CCTV ദൃശ്യത്തിൽ നിന്ന് വ്യക്തമായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാർ തിരിച്ചറിഞ്ഞത്. നമ്പർ പിന്തുടർന്നുള്ള പരിശോധനയിൽ മലയൻകീഴ് സ്വദേശി വിഷ്ണുവാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന് തെളിഞ്ഞു. പിന്നാലെയാണ് തിരുവല്ലം പോലീസ് മാറനല്ലൂരിലെ വീട്ടിൽ നിന്ന് വിഷ്ണുവിനൊപ്പം വാഹനവും കസ്റ്റഡിയിലെടുത്തത്. അപകട സ്ഥലത്ത് ഇറങ്ങിയാൽ അവിടെ ഓടിക്കൂടുന്ന ആളുകൾ ആക്രമിക്കുമെന്ന് ഭയന്നാണ് വാഹനം അവിടെ നിർത്താത്തത് എന്ന് വിഷ്ണു പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. താൻ ഓടിച്ചിരുന്ന കാറിൽ തട്ടി ബൈക്ക് അപകടത്തിൽപ്പെട്ടുവെന്ന് മനസ്സിലായതിന് പിന്നാലെ കാർ മുന്നോട്ട് നീക്കി നിർത്തിയിരുന്നു. ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടു. പരിക്കേറ്റവരുടെ അവസ്ഥ കൂടി മനസ്സിലായതോടെ പരിഭ്രാന്തനായി. തുടർന്ന് ആരോടും ഒന്നും പറയാതെ കാർ ഓടിച്ചു പോകുകയായിരുന്നുവെന്നും വിഷ്ണു മൊഴി നൽകിയിട്ടുണ്ട്. ടെക്നോ പാർക്കിലെ IT കമ്പനി UST ഗ്ലോബലിൽ എഞ്ചിനീയറാണ് നവീൻ. കിൻഫ്രയിലെ EYGBS ഇന്ത്യയിലെ ജീവനക്കാരിയാണ് മൃദുല. ഇന്നലെ നവീൻ്റെ ജന്മദിനമായിരുന്നു. അത് ആഘോഷിക്കാൻ ബൈക്കിൽ കോവളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരുവരും. അപകടത്തിൽ നവീൻ്റെയും മൃദുലയുടെയും തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. മൃദുല തെറിച്ചുപോയി നിലത്ത് വീഴുകയായിരുന്നു. മൃദുല അപകട സ്ഥലത്ത് വെച്ചും നവീൻ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷവുമാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന വിഷ്ണു സ്വന്തം വാഹനത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ജീവനുകൾ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അപകടം നടന്ന ശേഷമുള്ള ആദ്യ നിമിഷങ്ങളെ ഗോൾഡൻ അവർ എന്നാണ് വിളിക്കുന്നത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടത് അപകടം നടന്ന ഉടനെയുള്ള രക്ഷാപ്രവർത്തനമാണ്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ചാൽ രക്തം അധികം നഷ്ടപ്പെടാതെ ജീവൻ രക്ഷിക്കാൻ കഴിയും. ഇത് ഓരോ വാഹന ഉടമയും ശ്രദ്ധിക്കേണ്ടതുമാണ്. ഈ 2 ജീവനുകൾ വാഹനം ഓടിക്കുന്നവർക്കെല്ലാം ഒരു പാഠമാണ്. എന്തായാലും ഇനി ഇത്തരത്തിൽ ജീവനുകൾ റോഡിൽ പൊലിയാതിരിക്കട്ടെ.